ആരോഗ്യ മേഖലയിൽ ഇന്ന് എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രകൃതി ചികിത്സയെ കുറിച്ചിട്ടാണ്. പ്രകൃതി ചികിത്സയിലുള്ള അൻഫാൽ ഹെർബൽസിനെ കുറിച്ച് ഇന്ന് എല്ലാവർക്കും അറിയാം. വന്ധ്യത ചികിത്സയിലെ അത്ഭുതകരമായ മരുന്നാണ് അൻഫാൽ ഹെർബൽസ്. അൻഫാൽ ഹെർബൽസ് കുടിച്ച് സന്താനഭാഗ്യം കിട്ടിയ ഒരു ദമ്പതികളുടെ കൂടെയാണ് ഇന്ന് ഞാനുള്ളത്. അവരുടെ അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച കഥകൾ അവർ ഹൃദയം തൊട്ട് പ്രേക്ഷകരോട് സംസാരിക്കുന്നു. എന്റെ പേര് സുനീത്, ഇതെന്റെ ഭാര്യയാണ് സുഗിത. ഞങ്ങള് 2008 ഞങ്ങള് കല്യാണം കഴിഞ്ഞതായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് സന്താനത്തിനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ 2010 ഞങ്ങള് പലവിധ ട്രീറ്റ്മെന്റിലേക്ക് ഇറങ്ങി. പക്ഷെ യാതൊരു പോസിറ്റീവായിട്ടുള്ള ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ല. അങ്ങനെ ഒരുപാട് വലിയൊരു വിഷമഘട്ടത്തിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത്. അങ്ങനെ ഇരിക്കെ ഭാര്യന്റെ സുഹൃത്തിലൂടെയാണ് ഇത് അറിയപ്പെടുകയും അങ്ങനെ ഭാര്യയും ഞാനും കൂടെ സാറ് ഒന്ന് കാണുകയും ചെയ്തു, വടകര കുഞ്ഞിപ്പള്ളി ഭാഗത്ത് വെച്ച്. അവിടുന്ന് സാറ് പറഞ്ഞ രീതിയിൽ 2 മാസം മരുന്ന് കഴിക്കുകയും അതിലൂടെ ഞങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിലേക്ക് ഞങ്ങൾ എത്തുകയും ചെയ്തു. പറഞ്ഞാൽ ഇന്ന് വരെ ഞങ്ങൾക്ക് പിന്നീട് ഒരു മകനെ ലഭിക്കുകയും ചെയ്തു. പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള കടപ്പാടാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ഉള്ളത്. എല്ലാ സമയങ്ങളും ഞങ്ങള് സാറെ പറ്റി പറയുകയൊക്കെ ചെയ്യും. ഇടയ്ക്ക് ഭാര്യയാണ് കൂടുതലും എല്ലാ കാര്യങ്ങളും മൊബൈലിലൂടെ മെസ്സേജായിട്ടും എല്ലാം ഒക്കെ സാറായിട്ട് സംവദിക്കാറുള്ളത്. അപ്പോ ഞങ്ങൾക്ക് വലിയൊരു സംഭവമാണ് ഇതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത്. അത് മറക്കാൻ പറ്റില്ല. ജീവിതാവസാനം വരെ ഈ ഒരു ബന്ധം ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എൻ്റെ പേര് സുഗിത. എൻ്റെ വീട് തിരൂരാണ്. എന്നെ ഇവിടേക്കാണ്, ഫറോക്കിലേക്കാണ് ഇവിടെ ഞാൻ കല്യാണം കഴിച്ച കൊണ്ടുവന്നത്. പേട്ടൻ പറഞ്ഞ പോലെ 2008 ഞങ്ങളുടെ വിവാഹം. അപ്പോൾ 2008-2009 ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ 2010 ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഒരുപാട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഡോക്ടേഴ്സ് പറഞ്ഞത് പ്രകാരം ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫലം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് വിഷമത്തിലൂടെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്ത് നോക്കി. പിന്നെ ഇങ്ങനെ ചികിത്സിച്ചിട്ട് നമുക്ക് എന്താ പറയുക ഒരു മടുപ്പ് പോലെ തന്നെ തോന്നി തുടങ്ങി. അങ്ങനെ ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട, ഞങ്ങളിങ്ങനെ കഴിയായിരുന്നു. അപ്പോഴാണ് സ്കൂളിൽ എൻ്റെ സ്കൂൾ LP സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി ഇങ്ങനെ അൻഫാൽ ഹെർബൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നത് കാര്യമൊക്കെ എടുത്തില്ല. കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഞാനതന്ന് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ 2023 ഞങ്ങൾ സ്കൂളിലൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അത് ഹൈസ്കൂളിൽ പഠിച്ച കുട്ടികളൊക്കെ കൂടി ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് അവർ ഇങ്ങനെ സാറിൻ്റെ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ട്, അപ്പോൾ ആ വീഡിയോ ഒന്ന് നീ കണ്ടു നോക്ക്, നല്ല ഒരുപാട് പേർക്ക് ഇങ്ങനെ കുട്ടികളില്ലാതെ ഒരുപാട് പേർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. പോവാൻ നേരത്ത് അവൻ എൻ്റെ അടുത്ത് ഒന്നും കൂടി പറഞ്ഞു. അപ്പം ഞാനത് ഇവിടെ വന്ന ഏട്ടനോട് പറയായിരുന്നു. അപ്പം ഏട്ടൻ പറഞ്ഞ് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെയാണ് ഞങ്ങൾ സാറെ പറ്റി കൂടുതൽ ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ അവിടെ പോയപ്പോൾ പ്രത്യേക ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇതുവരെ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കിട്ടാത്തൊരു എനർജിയാണ് എനിക്ക് തോന്നിയത്. ഇവിടുന്ന് കൊണ്ട് തന്നെ ശരിയാവുന്ന എൻ്റെ മനസ്സിലിങ്ങനെ ഒരു എന്താ പറയുക, മനസ്സിൽ ആരോ പറയുന്ന പോലെ തന്നെ എൻ്റെ മനസ്സിൽ അവിടെ ആ വീട്ടിൽ ആ സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ആകെ തണുത്തൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ടെൻഷനൊക്കെ ഫ്രീ ആയി. ഞാൻ പിന്നെ ഏട്ടൻ്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അത് ചെയ്യുക, വെറുതെ ഇരിക്കുന്ന സമയത്ത് അത് ചെയ്യാന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ എന്താണെന്ന് അറിയില്ല, ഞാൻ പിന്നെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ സിമ്പിളാക്കിയിട്ട് ഫ്രീ ആയി ഞങ്ങൾ 2 മാസം തന്നെ അല്ലേ ഞങ്ങൾ സാറ് പറഞ്ഞു നിങ്ങൾ മനസ്സിൽ ടെൻഷൻ വെക്കരുത്, ഫ്രീ ആയി എൻജോയ് നടക്കുക. മരുന്ന് കഴിച്ച ശേഷം ഒരു യൂത്തിലേക്ക് എത്തിയത്. അപ്പൊ 2 മാസം ഞങ്ങള് അത് എത്ര മുന്നേ കാണേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോയി. അപ്പൊ എല്ലാറ്റിനും ഓരോ സമയം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അപ്പൊ അന്നാണ് മനസ്സിലായത്. ഞങ്ങളുടെ സമയം അപ്പോഴാവും. അപ്പൊ എനിക്ക് ആ വീട്ടിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു എനർജിയാണ് കിട്ടിയത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ മരുന്ന്
സാറ് പറഞ്ഞു ഞങ്ങളോട് 2 മാസം മരുന്ന് കഴിക്കാൻ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനത് കേട്ടത് 3 മാസം നിങ്ങൾ മരുന്ന് കഴിക്കണം എന്നാണ് സാറ് പറഞ്ഞത്. അപ്പൊ ഞങ്ങള് 2 ബോട്ടിൽ, 1 ബോട്ടിൽ വാങ്ങി, 1 മാസത്തേക്കുള്ള 1 ബോട്ടിൽ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പൊ ആ ബോട്ടിൽ കഴിഞ്ഞ് സാറ് പറഞ്ഞ മാതിരി ഭക്ഷണത്തിന് ശേഷം രാത്രിയും അതുപോലെ ഭക്ഷണത്തിന്റെ മുന്നേ പാല് കുടിച്ചിട്ട് കഴിക്കാൻ. അപ്പൊ സാറ് പറഞ്ഞ പോലെയൊക്കെ ഞങ്ങൾ ആ മരുന്ന് കുടിച്ചു. 1 മാസം കഴിഞ്ഞ് മരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോയി. അങ്ങനെ വീണ്ടും പോയിട്ട് വീണ്ടും 1 ബോട്ടിലും കൂടി വാങ്ങി തിരിച്ചു. അപ്പൊ സാറ് വീട്ടിൽ വന്നാൽ, സാറ് വീട്ടിൽ ചെന്നാൽ സാറ് എന്താ പറയാ ഒരു നമ്മളെ അടുത്തൊരാള്, നമ്മളെ വീട്ടിലൊരു ഏട്ടൻ, ഒരു എന്താ പറയാ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരിതാണ് നമ്മളെ രോഗി എന്നുള്ളത്. ഇതല്ല സാറടുത്തുള്ള പെരുമാറ്റം. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സാറടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പറഞ്ഞു. സാർ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ 2ാമത്തെ മാസം ഞങ്ങൾ മരുന്ന് വാങ്ങി തിരിച്ചു വന്നു. പിന്നെ അങ്ങനെ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു. മരുന്ന് കഴിച്ച് പിന്നെ മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ മരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതുപോലെ 3ാമത്തെ മാസം സാറ് അടുത്ത് പോയി. അപ്പൊ സാറ് നിങ്ങൾ എന്തേ വന്നു എന്ന് ചോദിച്ചു. അല്ല സാറ് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് 3 മാസം മരുന്ന് കഴിക്കുന്നു. ഞാൻ നിങ്ങളടുത്ത് 3 മാസം മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇനി വരണ്ട, മരുന്ന് കുടിച്ചിട്ട് നിങ്ങൾക്ക് ഇനി മരുന്ന് വേണ്ട, ഇത് മതി, നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇപ്പൊ നമ്മുടെ ഇങ്ങനെ ക്യാഷിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അവർ 1 ബോട്ടിലും കൂടി വാങ്ങിക്കോട്ടെ, കഴിച്ചോട്ടെ എന്ന് പറയാണ്. അപ്പൊ സാറ് ശരിക്കും നമുക്ക് മനസ്സിൽ തട്ടി. സാർ അത്രയ്ക്കും എല്ലാവരും ക്യാഷിന് വേണ്ടിയിട്ടല്ല സാറ് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി മരുന്ന് വേണ്ടാന്നാണ് സാറ് പറഞ്ഞത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ മരുന്ന് വാങ്ങാതെ ഞങ്ങൾ തിരിച്ചയച്ചു. സാറ് അന്ന് ഒരു ക്രീം, സാറ് നിങ്ങൾ ഏതായാലും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രീം സാർ എനിക്ക് സന്തോഷത്തോടു കൂടി തന്നു. അപ്പോൾ ഞങ്ങൾ അതും വാങ്ങി ഞങ്ങൾ സാറോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോന്നു. അപ്പൊ അങ്ങനെ. പക്ഷെ ഇതിന്റെ പ്രത്യേകത വെച്ചാല് ആ സമയത്തൊന്നും ഭാര്യന്റെ മെൻസസ് പീരീഡ് ആയില്ല. അത് ഞങ്ങൾ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞാൽ ബൈക്കിനാ പോയത്. പക്ഷെ ആ സമയത്ത് ഞങ്ങള് എന്തോ സമയം കൊണ്ട് ഞങ്ങളൊന്ന് കലഹിച്ചിട്ടാ പോയത്. ആ കലഹം സാറ് നല്ല രീതിയിൽ ഉപദേശങ്ങളൊക്കെ ചെറുതായിട്ടൊരു വഴക്ക്, സ്കൂളിലൊരു മീറ്റിംഗും കാര്യമൊക്കെ ഓൺലൈനായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് വഴക്കത്തിലാണ് ഞങ്ങൾ പോയത്. അവിടെ എത്തിയപ്പോ എല്ലാം കൂളായി, എന്താ പറയാ. അപ്പൊ അങ്ങനെ ആ മരുന്ന് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ സാറ് ഞങ്ങൾ തിരിച്ചയച്ചു. അപ്പൊ ഞങ്ങൾ വാങ്ങിയില്ല. അപ്പൊ എന്തായാലും നോക്കാം എന്നൊക്കെ കരുതി ഇങ്ങനെ നല്ല സന്തോഷത്തിൽ തന്നെ വീട്ടിലിരുന്ന്. അങ്ങനെ ഞങ്ങക്ക് പിന്നെ 3ാമത്തെ 1 ബോട്ടിലോ എന്റെ ആവശ്യം വന്നില്ല. ആ മാസം തന്നെ ഞാൻ ഇങ്ങനെ പ്രഗ്നന്റ് ആയി. ആദ്യം ദൈവത്തിനോടാണ് ഞങ്ങൾക്ക് നന്ദി അറിയിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഷുക്കൂർ സാറിനോട് ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമാണ് സാറ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായി. ഞങ്ങൾ ഇന്ന് സാറോട് കടപ്പെട്ടിട്ട് ഇരിക്കും. അതുപോലെ കുട്ടികളില്ലാത്തവർ ഒരുപാട് പേര് എൻ്റെ അറിവിലുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ പോണ കാരണം ഒരുപാട് പേര് കുട്ടികൾ ഇല്ലാന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അവരുടെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്പറൊക്കെ മേടിക്കായിരുന്നു. അപ്പൊ അങ്ങനെ അവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് സാറടുത്ത് കാണാൻ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നല്ലൊരു അനുഭവമാണ്. ഞങ്ങള് എത്തിപ്പെടാൻ വൈകിട്ടില്ല, ഞങ്ങളുടെ സമയം എപ്പോഴന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും നന്ദി. അൻസൽ ഹെർബൽസിന് ഒരുപാട് താങ്ക്സ്. ശരിക്കും പറഞ്ഞാല് എത്ര വർഷമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് 16ാമത്തെ വർഷമാണ്. 16 വർഷം. ഇതുവരെ പ്രഗ്നന്റ് ഒന്നും ആയിട്ടില്ല. പല ട്രീറ്റ്മെന്റും ചെയ്തിട്ടൊന്നും പ്രഗ്നൻസി IVF ഒക്കെ പറഞ്ഞതായിരുന്നു. ചെയ്തിട്ട് നമുക്ക് IVF നോക്കാന്ന് പറഞ്ഞു. IVF-നും അത് 100% പറയുന്നില്ല. ഉള്ളൂ. അപ്പൊ പിന്നെ ദൈവാനുഗ്രഹം, അതിനപ്പുറം പറയാനില്ല. പിന്നെ ഈ ഒരു മരുന്നിനെ കുറിച്ച് പറയുമ്പോൾ 1200-300 വർഷങ്ങൾക്ക് മുമ്പ് അറബിയൻ ഗ്രന്ഥങ്ങളിൽ ഈ മരുന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അറബിയൻ പത്രങ്ങളായ അൽ റിയാദ് സൗദിയൻ പത്രത്തിൻ്റെ ഫസ്റ്റ് പേജിൽ ഇതിൻ്റെ വാർത്ത വന്നിട്ടുണ്ട്. അൽ അംബാഹ് എന്ന് പറയുന്ന കുവൈറ്റ് പത്രത്തിൽ ഫസ്റ്റ് പേജിൽ വന്നിട്ട് വാർത്ത വന്നിട്ടുണ്ട്. ദുബായിലുള്ള അൽ ഇമ്രാത്ത് എന്ന് പറയുന്ന പത്രത്തിലും ഇതിൻ്റെ ഫസ്റ്റ് വാർത്ത വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ മരുന്ന് കിട്ടിയത് പോലും ഞാൻ ചിലപ്പം ചിന്തിച്ചു പോകുന്നത്, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളെ സമാധാനിപ്പിച്ചത്, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ സമാധാനം. കാരണം നിങ്ങളെപ്പോലുള്ളവരുടെ പ്രാർത്ഥന കൊണ്ടാണല്ലോ എനിക്ക് ഈ മരുന്ന് കിട്ടാനുള്ള കാരണം. തീർച്ചയായിട്ടും പരസ്പരം അത് ഡെലിവറി കഴിഞ്ഞ ആദ്യമായിട്ട് ഭയങ്കര സന്തോഷം. സാറെ കാണാൻ സാറെ വിളിച്ചു പറഞ്ഞു. സാറും ഫാമിലി ആയിട്ട് ഹോസ്പിറ്റലിൽ വന്ന് അതൊക്കെ വളരെയധികം സന്തോഷം. അതെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അനുഭവം. കാരണം
2000-ലധികം മക്കൾ ജനിച്ചിട്ട് പ്രസവിച്ച ആ സെക്കൻഡിൽ റൂമിൽ കൊണ്ടുവന്ന പാട് ഇതുവരെ എന്നെ ആരും വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ചപാട് നിങ്ങൾ പറഞ്ഞത് എനിക്ക് നിങ്ങളെ ഇപ്പൊ ഒന്ന് കാണണം, ഒന്ന് സാറിന് വരാൻ പറ്റുമോ? ഞാൻ സാറ്